സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ലാവൻഡർ പിങ്ക്, ലാവൻഡറും ബേബി പിങ്കും കൂടി ചേർന്ന് നല്ലൊരു ഷെയ്ഡാണ് വരുന്നത്. ഇതിൽ എംബ്രോയിഡറി വർക്ക് ആണ് സാരിയുടെ ലോവർ ഏരിയ വരിക. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ മോട്ടീവ്സ് വന്നിട്ട് ലോവർ ബോർഡറിൽ വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്കിലായിരിക്കും വരുന്നത്. ഇതാണ് ആ ഒരു വർക്ക് വരിക. നല്ല ഫിനിഷിൽ നല്ല പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. സ്കാലപ്പിലായിരിക്കും ബോർഡർ വരുന്നത്. ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സിൻ്റെ തന്നെ സ്മോൾ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. സെമി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ കേട്ടോ. ഞാൻ ആ ടെക്സ്ചർ കൂടി കാണിക്കാം. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്, ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. ഈ ഒരു ലുക്കായിരിക്കും. ഒരു പ്ലീറ്റ്സിൻ്റെ പോർഷൻ വരുമ്പോൾ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സും ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കിലായിരിക്കും വരുന്നത്. ചെസ്റ്റ് പോർഷനും പല്ലു കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരും. നെക്സ്റ്റ് കളർ നല്ലൊരു ഐവറി ബേജ് ആണ് സാരിയുടെ ടോൺ. ഒരു ലൈറ്റ് ചിക്കു ബേജ് ഒരു ബ്ലെൻഡഡ് ടോണിലായിരിക്കും സാരിയുടെ ബോഡി വരുന്നത്. സെയിം സ്റ്റൈൽ അതേ എംബ്രോയിഡറി വർക്കിൽ തന്നെയായിരിക്കും ഫുൾ ബോഡി വിത്ത് ബോർഡർ. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേൺ എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോഫ്റ്റ് ക്രേപ്പ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല കളറിലുമാണ്. ഒരു സഫയർ ഗ്രീൻ ആണ് സാരിയുടെ കളർ. അതിൽ ഫുൾ ബോഡിയിലും ഫ്ലോറൽ പാറ്റേണിലാണ് ഡിസൈൻസ് വരുന്നത്. ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ബനാറസി സ്റ്റൈലുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരും. സാരി നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നോൺ ട്രാൻസ്പെറൻറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ടെക്സ്ചർ. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ബോഡിയിൽ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് പീകോക്ക് ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈൽ ഫ്ലോറൽ ഡിസൈൻ വിത്ത് ബനാറസി ബോർഡർ ആൻഡ് പല്ലു.